Hi everyone, welcome back to Success Academy's YouTube channel. നമ്മൾ ഇന്ന് കോൺസ്റ്റബിൾ ജി ഡിക്ക് വേണ്ടിയിട്ട് നമ്മൾ ജി കെ കുറച്ചുകൂടി സ്ട്രോങ് ആക്കാനായിട്ട് പൊളിറ്റിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഓൺലി ദ ഡാഷ് ക്യാൻ മേക്ക് ദ പ്രൊക്ലമേഷൻ ഓഫ് എമർജൻസി ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ആർക്കാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരമുള്ളത് എന്നാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ പ്രൊക്ലമേറ്റ് ചെയ്യാനുള്ള അധികാരമുള്ളത് എന്നാണ് ചോദിക്കുന്നത്. ആർക്കാണ് അധികാരമുള്ളത്? പ്രസിഡന്റിനാണ് അല്ലേ? പ്രസിഡന്റിനാണ് എമർജൻസി പ്രൊക്ലമേറ്റ് ചെയ്യാനുള്ള അധികാരമുള്ളത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which part of the Constitution of India deals with the powers and functioning of the Supreme Court of India? നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരുപാട് പാർട്സ് വരുന്നുണ്ട്. അപ്പോൾ ആ പാർട്സിൽ ഏതാണ് പവേഴ്സ് ആൻഡ് ഫങ്ഷനിങ് ഓഫ് ദ സുപ്രീം കോർട്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഏതാണ് പവേഴ്സ് ആൻഡ് ഫങ്ഷനിങ് ഓഫ് സുപ്രീം കോർട്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നത്? പാർട്ട് 5 ആണ് അല്ലേ? പാർട്ട് 5ലാണ് എന്ത് ഡീൽ ചെയ്യുന്നത്? പവേഴ്സ് ആൻഡ് ഫങ്ഷനിങ് ഓഫ് ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഡീൽ ചെയ്യുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. In India, the executive power of the state is vested in dash. അതായത് ഇന്ത്യയുടെ സ്റ്റേറ്റുകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അവിടുത്തെ എക്സിക്യൂട്ടീവ് പവേഴ്സ് ആരാണ് ഹാൻഡിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് പവേഴ്സ് ആരുടെ കയ്യിലാണുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. ആരുടെ കയ്യിലാണ്? ഗവർണറുടെ കയ്യിലാണ് അല്ലേ? ഗവർണറാണ് എക്സിക്യൂട്ടീവ് പവേഴ്സ് ഡീൽ ചെയ്യുന്നത് അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. In which year Minimum Wages Act introduced in India? ഇന്ത്യയിൽ എപ്പോഴാണ് മിനിമം വേജസ് ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. മിനിമം വേജസ് ആക്ട് എപ്പോഴാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? 1948ലാണല്ലേ? 1948ലാണ് എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? മിനിമം വേജസ് ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇനി ഇത് നോക്കൂ. ദ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ വാസ് എനാക്റ്റഡ് ഇൻ ഇയർ ഡാഷ് ഇൻ ഇന്ത്യ. അതായത് ദ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയേഴ്സ് എപ്പോഴാണ് ഇന്ത്യയിൽ പാസ്സാക്കിയത് എന്നാണ് ക്വസ്റ്റ്യൻ. എപ്പോഴാണ് ഇന്ത്യയിൽ പാസ്സാക്കിയത്? 1973ലാണ്. അപ്പോൾ ദ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയേഴ്സ് എപ്പോഴാണ് ഇന്ത്യയിൽ പാസ്സാക്കിയത്? 1973ലാണ് ഇന്ത്യയിൽ പാസ്സാക്കിയത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. In which year did the elected parliament come into existence? ഇന്ത്യയിൽ എപ്പോഴാണ് ഇലക്റ്റഡ് പാർലമെൻറ്റ് വന്നത്, അല്ലെങ്കിൽ ഇലക്റ്റഡ് പാർലമെൻറ്റ് എപ്പോഴാണ് എക്സിസ്റ്റൻസിലോട്ട് വന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഇലക്റ്റഡ് പാർലമെൻറ്റ് എപ്പോഴാണ് വന്നത്? 1952ലാണല്ലേ? 1952ലാണ് എന്ത് ഇലക്റ്റഡ് പാർലമെൻറ്റ് എക്സിസ്റ്റൻസിലോട്ട് വന്നത് നമ്മുടെ ഇന്ത്യയിൽ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഷെഡ്യൂൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടെയ്ൻ ലാംഗ്വേജസ് ഓഫ് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ? നമ്മുടെ ഇന്ത്യയിലെ ലാംഗ്വേജസുമായിട്ട് ഡീല് ചെയ്യുന്നത് ഏത് ഷെഡ്യൂളാണെന്നാണ് ക്വസ്റ്റ്യൻ. ഏത് ഷെഡ്യൂളാണ്? 8th ഷെഡ്യൂളാണ്. 8th ഷെഡ്യൂളാണ് എന്തുമായിട്ട് ഡീൽ ചെയ്യുന്നത്? ലാംഗ്വേജസ് ഓഫ് റിപ്പബ്ലിക് ഇന്ത്യയുമായിട്ട് ഡീല് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് in dash the parliament passed into law of citizenship act. ലോ ഓഫ് സിറ്റിസൺഷിപ്പ് ആക്ട് എപ്പോഴാണ് ഇന്ത്യയിൽ പാസ് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ നമ്മുടെ പാർലമെൻറ്റ് എപ്പോഴാണ് പാസ് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. എപ്പോഴാണ് പാസ് ചെയ്തത്? 2019 ഡിസംബറിലാണ് പാസ് ചെയ്തത്. അപ്പോൾ നമ്മുടെ സിറ്റിസൺഷിപ്പ് ആക്ട് പാസ്സായത് ഡിസംബർ 2019ലാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. 7th ഷെഡ്യൂൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ഡാഷ്. നമ്മൾ നേരത്തെ പറഞ്ഞു 8th ഷെഡ്യൂൾ എന്തിനാണ് ഡീൽ ചെയ്യുന്നത്? ലാംഗ്വേജസ് ആണ് അല്ലേ? 8th ഷെഡ്യൂൾ ലാംഗ്വേജസുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ 7th ഷെഡ്യൂൾ ഏതുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത്? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ ബിറ്റ്വീൻ സെൻറ്റർ ആൻഡ് സ്റ്റേറ്റ്. സെൻറ്ററും സ്റ്റേറ്റും തമ്മിലുള്ള പവറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഏത് ഷെഡ്യൂൾ ഡീൽ ചെയ്യുന്നത്? 7th ഷെഡ്യൂൾ ഡീൽ ചെയ്യുന്നത്. 8th ഷെഡ്യൂൾ ആകുമ്പോൾ അതെന്താണ് ഡീൽ ചെയ്യുന്നത്? ലാംഗ്വേജസ് ആണ് ഡീൽ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ക്രിമിനൽ ലോ അമെൻമെൻറ്റ് ആക്ട് 2018 ഇൻക്രീസ്ഡ് മിനിമം പണിഷ്മെൻറ്റ് ഫോർ റേപ്പ് ഓഫ് വുമൺ ഫ്രം 7 to dash years. അതായത് ഇന്ത്യയിൽ ക്രിമിനൽ ലോ അമെൻമെൻറ്റ് ആക്ട് 2018 പാസ്സായിട്ടുണ്ട്. അത് പാസ്സായതോടുകൂടി എന്ത് സംഭവിച്ചു? അതായത് ഇന്ത്യയിലെ സ്ത്രീകൾക്കെതിരെയുള്ള റേപ്പ് നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിനുള്ള ശിക്ഷ 7 വർഷം തൊട്ട് 10 വർഷം വരെ ആക്കി. അതായത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്ക് ഉള്ള ശിക്ഷയായിട്ട് 7 തൊട്ട് 10 വർഷം വരെ ആക്കി. അത് ഏത് ലോയുമായിട്ട് അല്ലെങ്കിൽ ഏത് അമെൻമെൻറ്റ് ആക്റ്റുമായിട്ട് റിലേറ്റഡ് ആണ്? ക്രിമിനൽ ലോ അമെൻമെൻറ്റ് ആക്ട് 2018 റിലേറ്റഡ് ആണ്.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ആർട്ടിക്കിൾസ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റ്സ് ടു ദ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ? നിങ്ങളുടെ റിവിഷൻ ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യനുള്ള ആൻസർ എല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്